എൻ്റെ ഒരു സുഹൃത്തിന് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ട്രേഡിംഗ് പഠിക്കാൻ ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മറ്റുള്ള സുഹൃത്തുക്കളോട് ഒരുപാട് പേരോട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥാപനങ്ങളെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റി. അതിൽ കുറച്ച് ജെനുവിൻ ആയിട്ട് തോന്നിയ ഒരു സ്ഥാപനമാണ് നമ്മളെ കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലുള്ള IG ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അപ്പോൾ ഞാൻ ഇന്ന് ഈ സ്ഥാപനത്തിലാണുള്ളത്. ഈ സ്ഥാപനം എനിക്ക് ജെനുവിൻ ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ തോന്നി. ഞാൻ ഈ സ്ഥാപനത്തിൽ കയറിയിട്ട് ഇവിടുത്തെ MD കണ്ടിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ ട്രേഡിംഗ് സൈക്കോളജി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഈ സ്ഥാപനത്തിലാണ്. അപ്പോൾ ഞാൻ ഇവരുടെ സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥാപനത്തിൽ കയറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇവരുടെ MD അകത്തുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. സാറുണ്ടോ അകത്ത്? സാറിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റൂലേ? അപ്പോൾ സ്ഥാപനത്തിന്റെ MD അകത്തുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. കയറിക്കൂടെ? സാറേ നമസ്കാരമുണ്ട്. ഓക്കെ, എൻ്റെ പേര് ഷാഫി. എൻ്റെ ഒരു സുഹൃത്തിന് ട്രേഡിംഗ് പഠിക്കും. ചുരുക്കി എൻ്റെ ഒരു സുഹൃത്തിന് ട്രേഡിംഗ് പഠിക്കണം. ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കളെ എനിക്ക് സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ജെന്യൂൻ ആയിട്ട് തോന്നി. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരിട്ട് വന്നത്. എന്താണ് ട്രേഡിങ്? ഞാൻ ഒരാളെ അല്ലെങ്കിൽ എന്റെ സുഹൃത്തിയോട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് എന്താണ് അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കുന്നത്? സുഹൃത്തിനെ ട്രേഡിംഗ് പഠിക്കണം, ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഷാന്റെ പേര്. ഞാനാണ് ഇതിന്റെ CEO. അപ്പോ ഈ ട്രേഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് എന്താ പറയാ കുറച്ച് പഠിച്ചിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അത് അത്രയായിട്ട് അഡ്വാൻസ്ഡ് ലെവൽ വരെ ലോസ് വരും. ഈ വരുന്ന എല്ലാവർക്കും ലോസ് വരാനുള്ള കാരണം എന്നാണ് അത് ഈ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ അവർ പഠിക്കുന്നതോ എന്തോ ഒരു പ്രശ്നം വന്നിട്ടാണ്. അത് അവർ 100% അറിയേണ്ട ഒരു സംഭവത്തിനെ പറ്റി 50%, 20% ഒക്കെ അറിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിന്റെ 100% പഠിച്ചു കഴിഞ്ഞാണെങ്കിൽ പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ആയിട്ട് വരാൻ പറ്റും. അതും അവിടെയും വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും പല ആൾക്കാർക്കും അറിയാത്തൊരു സംഭവമാണ്. ഇതിൽ 90% വേണ്ടതെന്നാണെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി എന്ന സംഭവമാണ്. അപ്പൊ ഈ ട്രേഡിംഗ് സൈക്കോളജി പഠിച്ചാലേ നമുക്ക് ട്രേഡിംഗിൽ സക്സസ് ആവാൻ പറ്റും. അല്ലാണ്ട് ഇതിന്റെ സിലബസ് പഠിച്ചിട്ട് കാര്യമില്ല. സിലബസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ട്രേഡിംഗ് സൈക്കോളജി പഠിക്കണം. ട്രേഡിംഗ് സൈക്കോളജി 100% അതും പഠിച്ചിട്ടാണെങ്കിൽ ഇതിന് വേണ്ട ഡിസിപ്ലിന് കാര്യങ്ങൾ, റിസ്ക് മാനേജ്മെന്റ് എല്ലാത്തിനും പറ്റി നമുക്ക് നല്ല ബോധ്യം പറ്റും. ട്രേഡിംഗ് മൈൻഡ് സെറ്റിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റബിൾ ട്രേഡറാണ്. ട്രേഡിംഗ് വെറുതെ പഠിച്ചിട്ടും കാര്യമില്ല. അതായത് അഡ്വാൻസ്ഡ് ലെവലിൽ അതിന്റെ എല്ലാ ആസ്പെക്റ്റും മനസ്സിലാക്കിയിട്ട് ഈ ട്രേഡിംഗ് സൈക്കോളജി ഒക്കെ പഠിക്കും. അങ്ങനെയാണെങ്കിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആവാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു തരുന്ന ആർക്കും ലോസ് ഇല്ലാത്തതും നമ്മുടെ പേജുകളിലൊന്നും എവിടെയും നെഗറ്റീവ് കമന്റ്സ് ഇല്ലാത്തതും നമ്മളത് 100% പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. ട്രേഡിംഗ് സൈക്കോളജി ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ യാതൊരു നെഗറ്റീവ് കമന്റും കാര്യങ്ങളൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മളത് ഈ മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ആഡുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ പഠിച്ചത് പിന്നെ അവര് റെഫർ ചെയ്തിട്ടാണ് വേറെ ആൾക്കാർ വരുന്നത്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമ്മുടെ ക്ലാസ്സുകളാണെങ്കിലും അത്രയും പക്ക ക്ലാസ്സുകളാണ്. ആർക്കും ഒരു 2 അഭിപ്രായം ഉണ്ടാവും. നമ്മുടെ ക്ലാസ്സുകളിൽ വന്ന് അറ്റൻഡ് ചെയ്തിട്ടാണെങ്കിൽ ആർക്കും ഒരു എന്താ പറയുക 2 അഭിപ്രായം ഉണ്ടാവും. 2 മാസത്തെ 3 മാസത്തെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ പഠിച്ച് തീർന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണല്ലോ. നമുക്ക് മിനിമം പീരീഡ് എങ്ങനെയാണ് വരുന്നത്? എത്ര സമയം എടുക്കും? 2 to 3 months. 2 to 3 months. 3 months ഉണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം പോരാ. അത് കഴിഞ്ഞിട്ട് 6 months എക്സ്പീരിയൻസ് കൂടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലെവലൊക്കെ ട്രേഡിംഗ് കഴിയുമ്പോൾ തന്നെ ഒരു ഓൾമോസ്റ്റ് എല്ലാവരും പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്തായാലും ഇവിടെ പറയുന്നുണ്ട് വലിയ എമൗണ്ട് ഒക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു 6 months അല്ലെങ്കിലും 1 year ആണ്. ഞാൻ പറയുന്നത് 1 year ആണ്. എന്നാലും ഒരു 6 months അല്ലെങ്കിലും നിങ്ങൾ ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ആയിട്ട് പിന്നെ വലിയ എമൗണ്ട് ഒക്കെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആകും. അതേപോലെ വേറെ ക്വസ്റ്റ്യൻ വരുന്നത് പുറത്തുള്ള ആൾക്കാർക്ക് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ GCC-യിലുള്ളവര് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഗ്ലോബലി കണക്റ്റഡ് ആയിട്ട് ഓൺലൈൻ ക്ലാസ് പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്ന് പഠിക്കുന്ന സെയിം ആയിട്ട് തന്നെ സെയിം ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ആ സെയിം ക്ലാസ് അവർക്ക് കിട്ടുന്നത്. അതിന് ടൈമിങ്ങോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ബാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ട് അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽ ഡീറ്റെയിൽസ് എല്ലാം പിന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇൻസ്റ്റാഗ്രാം നോക്കിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ കമ്പനി ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഇതിനൊരു സംഭവമുണ്ട്. ഈ ട്രേഡിങ്ങിന്റെ ഒരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് എല്ലാവർക്കും അറിയില്ല. ഈ സീക്രട്ട് അറിയുമ്പോഴാണെങ്കിൽ അത് ആർക്കും പറഞ്ഞു കൊടുക്കില്ല.
പറഞ്ഞു കൊടുക്കില്ല. അവര് ഇഷ്ടം പോലെ ഇരുന്ന് ട്രേഡ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാനല്ല അവരുടെ ആരും പറഞ്ഞു കൊടുക്കും. ക്യാഷ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഈ സീക്രട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളെടുത്ത് പഠിച്ചു പോകുന്നവർക്ക് ആർക്കും ലോസ് ഇല്ല. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നമ്മളെ പ്രോഫിറ്റും കാര്യങ്ങളും ലൈവായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ നമുക്ക് ടൈംസിന്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ടൈംസിന്റെ അവാർഡ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കും. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അന്വേഷിച്ചിട്ട് അവർ തരും. അപ്പോൾ അത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. കേരളത്തിൽ ആകെ അവർ അവാർഡ് കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ ഉള്ളൂ. ടൈംസ് ഓഫ് ഇന്ത്യൻ അവാർഡ് കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ ഉള്ളൂ. അത് കിട്ടുന്നത് ഇവിടെ മെന്റേഴ്സ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ക്ലാസ്സുകൾ പറഞ്ഞത് ക്ലാസ്സുകൾ മെന്റേഴ്സിനെ നമ്മൾ ആദ്യം ഇന്റർവ്യൂ ചെയ്തിട്ട് അവരെ ക്വാളിറ്റി നോക്കിയ ശേഷം പിന്നെ എന്റെ പേഴ്സണൽ ട്രെയിനിങ് കൂടെ കൊടുക്കുക. എന്നിട്ടൊക്കെയാണ് അവരെ നമ്മളെ അവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അവര് അത്രയും എക്സ്ട്രാ ഓർഡിനറി മെന്റേഴ്സ്. അപ്പൊ അതിന്റെ ഒരു ഇതും കൂടി ഈ സ്റ്റുഡൻസിന് കിട്ടും. സാർ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത് അതോ ട്രേഡിംഗ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്? എങ്ങനെയായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്? ഞാൻ ദുബായിലായിരുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ദുബായിലായിരുന്നു. ദുബായിൽ ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കമ്പനീസിന്റെ എക്സസ് ഫണ്ടുകൾ ഉണ്ടാവും. അത് അവർ ട്രേഡ് ചെയ്യാൻ. അപ്പൊ അവരെ അക്കൗണ്ട് മാനേജ് ചെയ്ത് കൊടുക്കലുണ്ട്. വെൽത്ത് മാനേജ്മെന്റ്. അപ്പൊ അവരെ അസറ്റ് മാനേജ് ചെയ്ത് കൊടുക്കും. അങ്ങനെ 3 വർഷത്തോളം അവിടെ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഇവിടെ എന്താ പറയാ നമുക്ക് ഈ ഒരു അപ്പൊ നോക്കുന്ന നാട്ടിലൊക്കെ എന്താ പറയാ ട്രേഡിംഗ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പക്ഷെ ആരും എന്താ പറയാ ഈ ഒരു സീക്രട്ടോ കാര്യങ്ങളൊന്നും ആരും പറയുന്നത് കേട്ട സംഭവങ്ങള് ആൾക്കാരിങ്ങനെ പറഞ്ഞു എല്ലാവരും ലോസ് പോകുന്നു. അപ്പൊ ഇതിങ്ങനെ എന്തായാലും എനിക്ക് നാട്ടിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള സ്വപ്നം എന്റെ കയ്യിൽ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നാട്ടിൽ വന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചിന്ത വന്നു. അങ്ങനെ ഈ ഒരു ഇതിന് പ്രത്യേകതയും കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സീക്രട്ട് ആർക്കും അറിയില്ല. അതിന്റെ കൂടെ തന്നെ അതുപോലെ ആരും ഇത് പറഞ്ഞു കൊടുക്കുകയില്ല. അപ്പൊ ആ ഒരു ചിന്തയിൽ നമ്മൾ എന്തായാലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാന്നുള്ള സംഭവമാണ്. ഇപ്പൊ 1.5 വർഷമായിട്ട് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല റണ്ണിങ് സക്സസ്ഫുള്ളി റണ്ണിങ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ട്രേഡിംഗ് എഡ്യൂക്കേഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു? വേറെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അതൊരു ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ഞാൻ ദുബായ് ചെയ്ത വെൽത്ത് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ അതും ഇവിടെ ചെയ്യുന്നു. ഇവിടെയും ചെയ്യുന്നുണ്ട്. ദുബായിൽ കിട്ടിയ ആ ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെയും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. വെൽത്ത് മാനേജ്മെന്റ് സംബന്ധമെല്ലാം ചെയ്യുന്നു. അതുപോലെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് പ്രോഫിറ്റ് കൊടുക്കുന്നത് 1:15 ജസ്റ്റ് ഞാൻ കേട്ടിരുന്നു. അതെങ്ങനെ 1:15 കൊടുക്കുന്നുണ്ട്? മറ്റുള്ള സ്ഥാപനങ്ങളെക്കാളും കുറവാണല്ലോ വരുന്നത്. 1:15 മുതൽ 1:50-55 വരെയൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രോഫിറ്റ് ആക്കാൻ പറ്റും. ഓക്കെ സാറേ, താങ്ക് യു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ. ഞാൻ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലിയർ ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓക്കെ താങ്ക് യു.